സിദ്ധാർത്ഥ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്കാഞ്ഞു. ഒരടി പോലും അവൾ നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. വരാനാ പറഞ്ഞത്? അവൻ കൈകൾ ശക്തിയായി വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ എങ്ങോട്ടുമില്ല. ഗൗരി, വരാൻ നോക്കു. മതി. അവനൊന്ന് ശാന്തനായി പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞില്ലേ? മുന്നോട്ടാഞ്ഞ സിദ്ധാർത്ഥ് പിന്നോട്ട് വന്നുകൊണ്ട് ഗൗരിയെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ടു. കുതറിക്കൊണ്ട് അവൾ അലറാൻ തുടങ്ങി. എന്നെ വിടാനാ പറഞ്ഞത്. എനിക്ക് വയ്യ ഇങ്ങനെ ജീവിക്കാൻ. എന്നെ കൊന്നാലും വേണ്ടില്ല. അടങ്ങിക്കിടക്ക് ഗൗരി, നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. അവൾ ശക്തിയായി സിദ്ധാർത്ഥിൻ്റെ തോളിൽ കടിച്ചു. ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവൻ്റെ പ്രതികരണം. ഡോർ തുറന്ന് അവളെയും തൂക്കിയെടുത്ത് വരുന്ന സിദ്ധാർത്ഥിനെ കണ്ട് അമൃതയുടെ കിളി പാറി. അമൻ ചിരിയോടെ അത് നോക്കി നിന്നു. നിന്റെ അമ്മൂമ്മ വളരെ സുന്ദരിയും കുട്ടിത്തവുമുള്ള ആളാട്ടോ, അവൻ അമൃതയോട് പറഞ്ഞു. പോടാ പട്ടി, അമൃത ദേഷ്യത്തിൽ അമനോട് പറഞ്ഞു. കാറിൻ്റെ അടുത്ത് അവളെ ഇറക്കി സിദ്ധാർത്ഥ് എന്തോ പറയാൻ തിരിഞ്ഞതും ഗൗരി ഓടാൻ ശ്രമിച്ചതും ഒപ്പമായിരുന്നു. അവളുടെ ഷാൾ സിദ്ധാർത്ഥ് ആഞ്ഞു വലിച്ചു. അവൾ നിലത്തേക്ക് വീണു. അവൾക്ക് നേരെ കുനിഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് സിദ്ധാർത്ഥ് കോപത്തോടെ തന്നെ പറഞ്ഞു. ഒരു വട്ടം കൂടെ നീ എന്നിൽ നിന്ന് മോടി ഒളിക്കാൻ ശ്രമിച്ചാൽ. അവൻ്റെ കത്തുന്ന കണ്ണുകൾ കണ്ട് അവൾക്ക് ഭയം തോന്നി. സിദ്ധാർത്ഥ് അവളെ തൂക്കിയെടുത്ത് വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുത്തി. ഡ്രൈവർ സീറ്റിലേക്ക് സിദ്ധാർത്ഥും. കർശന വേഗത്തിലാണ് അവിടെ നിന്നും പോയത്. അനിയനെ ഓർത്ത് അവൾ വല്ലാതെ ഭയന്നിരുന്നു. എൻ്റെ അപ്പു, അവനെ നിങ്ങൾ എന്താ ചെയ്തത്? കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചിട്ടുണ്ട്. അവൻ്റെ സംസാരത്തിൽ ഒരു ക്രൂരതയാണ് അവൾക്ക് തോന്നിയത്. എന്താ പറഞ്ഞത്? ഞെട്ടലിൽ അവൾ ചോദിച്ചു. നീ എന്താ വിചാരിച്ചത്? നീ പോയാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്നോ? അവൻ്റെ സംസാരത്തിൽ ഒരു പൈശാചിക്കാത്ത അവൾക്ക് തോന്നി. നിങ്ങൾ എനിക്കും അപ്പുവിനും ചെലവാക്കിയ എല്ലാ പണവും എല്ലാം ഞാൻ തിരിച്ചു തരും. ദയവ് ചെയ്ത് ഈ ഒരു ബന്ധത്തിൽ നിന്നും എന്നെയും അപ്പുവിനെയും ഒന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതി. ഗൗരി രാമചന്ദ്രൻ എത്ര തരും? എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഓഹോ, അങ്ങനെ എന്നിനുള്ള പണം തന്ന് നീ എങ്ങോട്ട് പോകാനാണ്? എങ്ങോട്ടേലും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ശരി, എനിക്ക് അപ്പുവിന് ചെലവായത് മാത്രം തന്നാൽ മതി. അത് തന്നാൽ ഉടനെ നിനക്ക് പോകാം. എത്രയാണെന്ന് പറ. 3 കോടി. അവൾ ഒരു ഞെട്ടലോടെ സിദ്ധാർത്ഥിനെ നോക്കി. 3 കോടിയോ? അതെ, ഹോസ്പിറ്റൽ ചിലവ്, ഫ്ലാറ്റ് എല്ലാം. നിന്നേക്കാൾ എടുക്കാം ആ ഫ്ലാറ്റ്. എപ്പോൾ തരും? സിദ്ധാർത്ഥ്, പ്ലീസ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ആഹാ, ഇത് കൊള്ളാം. എത്ര വേണമെങ്കിലും തരാം. എന്നെയും അനിയനെയും ഇതിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഇങ്ങനെയായോ? നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സിദ്ധാർത്ഥ്? ഏത് നേരത്താണോ ഈശ്വര ഇങ്ങനെ എനിക്ക് മുന്നിൽ നീ കൊണ്ടുവന്നത്? അവൾ ഉച്ചത്തിൽ അവനെ കണ്ട ആ നിമിഷത്തെ ശപിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കാർ സിദ്ധാർത്ഥ് ചവിട്ടി നിർത്തി. നീ എന്താ പറഞ്ഞത്? എൻ്റെ മനസ്സിലുള്ളത് തന്നെ. നിങ്ങളെ ഞാനിപ്പോൾ വെറുത്തുപോയി. സത്യത്തിൽ നിങ്ങളെ എനിക്കിഷ്ടമായിരുന്നു. പ്രണയം കിരണിനോട് പോലും തോന്നാത്ത ഇഷ്ടം. നിങ്ങൾ മാറ്റിയെടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനാണ് വിട്ടിയായത്. നിങ്ങൾക്ക് പണവും മറ്റുള്ളവരുടെ കണ്ണീരുമാണ് ഹരം. എന്നെ എൻ്റെ പാവം അനിയനെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങൾ സുഖം കണ്ടെത്തി കോമഡി ഇരിക്കുകയാണ്. എൻ്റെ വിധിയെ ഞാനിപ്പോൾ വെറുത്തുപോയി. അപ്പു ഏറിപ്പോയാൽ ഈ ഭൂമി വിട്ടുപോയേനെ. കൂടെ ഞാനും പോയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു ബന്ധം വേണ്ടായിരുന്നു. ഞാൻ കാരണം എൻ്റെ അനിയൻ്റെ ജീവൻ തുലാസിലാണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് വെറുപ്പ് മാത്രമാണ് തോന്നുന്നത്. വയ്യാത്ത അനിയൻ്റെ ജീവന് വേണ്ടി കെഞ്ചിയ എന്നോട് എങ്ങനെ നിങ്ങൾക്ക് ഈ അനിയനെ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തോന്നുന്നു? ഒരു നീചനാണ് നിങ്ങൾ, അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. സിദ്ധാർത്ഥ് 1-2 വാക്കിൽ സ്റ്റേക്കായി നിന്നുപോയിരുന്നു. അതുകൊണ്ട് അവൾ പിന്നീട് പറഞ്ഞതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നിങ്ങളെ പ്രണയിച്ചിരുന്നു. ഞാൻ നിങ്ങളെ കിരണിനേക്കാൾ സ്നേഹിച്ചു എന്ന വാക്ക്. സിദ്ധാർത്ഥ് ഇതൊന്നും അവളിൽ നിന്ന് കേൾക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു തന്നിരിക്കും. ആ ഒരു ദിവസത്തിനായി സിദ്ധാർത്ഥ് കാത്തിരുന്നു. അവളുടെ വാശിയേറിയ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കി. ഗൗരി, എനിക്ക് നിന്റെ പണമൊന്നും വേണ്ട. നീ വിഷമിക്കല്ലേ, അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി 8 മാസം, അതുവരെ ഞാൻ എങ്ങോട്ടും പോകില്ല. എഗ്രിമെൻ്റ് കഴിയും വരെ ഞാൻ നിങ്ങളുടെ ഭാര്യയായി അവിടെ തന്നെ ഉണ്ടാവും. എഗ്രിമെൻ്റ് ഭാര്യയായി തന്നെ. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. വീട്ടിലെത്തിയ ഗൗരി ഒരു ജീവച്ഛവം പോലെ കാറിൽ തന്നെ ഇരുന്നു. ഒരുപാട് കഴിഞ്ഞാണ് അവിടെ റൂമിലേക്ക് പോയത്. അവളുടെ ശരീരം എല്ലാം മരവിച്ച അവസ്ഥയായിരുന്നു അവൾക്ക്.
അപ്പുവിനെന്തേലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നോർത്തുള്ള അങ്കലാപ്പ്. സിദ്ധാർത്ഥിനോട് അവൾ പറഞ്ഞ വാക്കുകളെല്ലാം അവളെ കുത്തി നോവിച്ചു. അറിയാതെയാണെങ്കിലും അവളുടെ നാവിൽ നിന്നും അവളുടെ ഹൃദയം അവനോട് പറയാൻ ആഗ്രഹിച്ച വാക്കുകളാണ് പുറത്തേക്ക് വന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സിദ്ധാർത്ഥ്. കിരണിന് പോലും കൊടുക്കാത്ത ഒരുതരം പ്രണയം നിങ്ങളോട് എനിക്ക് തോന്നിയിരുന്നു. ഇതെല്ലാം അവൾ അറിയാതെ തന്നെയാണ് അവളുടെ വായിൽ നിന്നും വീണത്. അപ്പുവിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിനോട് അവൾക്ക് അടങ്ങാത്ത വെറുപ്പ് മാത്രമാണ് ഇപ്പോൾ തോന്നുന്നത്. ഇനി ഒരിക്കലും ആ പ്രണയം തന്നിലേക്ക് വരില്ലേ എന്ന് അവൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. 8 മാസം കൂടെ കഴിഞ്ഞാൽ ഈ ബന്ധം ഒഴിവാക്കി അപ്പുവിൻ്റെ ജീവിതം സേഫാക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അവളുടെ ഓർമ്മകളിൽ എല്ലാം വേദന കൊണ്ട് കരയുന്ന അപ്പുവിൻ്റെ മുഖമാണ് തെളിയുന്നത്. ഇനി ഈ ബന്ധത്തിൽ ഇങ്ങനെ പോയാൽ എല്ലാത്തിനും തൻ്റെ അനിയനെ ഇരയാക്കുമെന്ന് അവൾക്ക് തോന്നി. അപ്പുവിൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു വേദന അവന് കൊടുക്കരുത് എന്നവർ തീരുമാനിച്ചു. അവന് വേണ്ടിയെങ്കിലും ഇനി ജീവിക്കണം. എൻ്റെ ജീവിതമോ ഇങ്ങനെയായി, അവനെയെങ്കിലും നല്ല നിലയിൽ എത്തിച്ചേ തീരൂ. സത്യത്തിൽ അപ്പുവിനെ അയച്ചില്ല എന്ന ചോദ്യം അമ്മനോട് സിദ്ധാർത്ഥ് മനഃപൂർവ്വം ചോദിച്ചത് തന്നെയാണ്. പക്ഷെ അതിൽ മറ്റൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇന്നു മുതലാണ് അപ്പുവിനെ സ്കൂളിലേക്ക് വിട്ടു തുടങ്ങുന്നത്. അവൻ്റെ അസുഖങ്ങളെല്ലാം ഒരുവിധം പൂർണ്ണമായി മാറിയിരുന്നു. ഇനി സ്കൂളുകളിലേക്ക് അയക്കാൻ ടീച്ചർമാർ പറഞ്ഞിരുന്നു. ചെറുക്കൻ 10ാം ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. ഒരുപാടുണ്ട്. ഇനിയും വൈകിക്കാൻ സിദ്ധാർത്ഥിന് താല്പര്യമുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യമാണ് അപ്പുവിനെ അയച്ചില്ലേ എന്ന് സിദ്ധാർത്ഥ് ചോദിച്ചത്. ഗൗരി ആ ഒരു കാര്യത്തിലാണ് സിദ്ധാർത്ഥിനെ തെറ്റിദ്ധരിച്ചതും. സിദ്ധാർത്ഥൻ്റെ അനിയനെ അപായപ്പെടുത്തുമോ എന്ന ഭയം ഇപ്പോഴും അവിടെ ഉള്ളിലുണ്ട്. സിദ്ധാർത്ഥ് ഏതോ ഒരു തവണ അവളോട് പറഞ്ഞതാണ്, നിന്റെ അനിയനെ ഞാൻ ശരിക്കും എന്നാൽ ശരിയാക്കുമെന്ന്. എന്നാൽ സത്യത്തിൽ സിദ്ധാർത്ഥ് അത്രയും നീചനായിരുന്നില്ല. ഗൗരിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അവൾ അവൻ്റെ കൂടെ വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് പോലും. ഇത് മനസ്സിലാക്കാതെ തൻ്റെ അപ്പുവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന സിദ്ധാർത്ഥിനെയാണ് അവൾ കാണുന്നത്. ഇതേസമയം ഓഫീസ് റൂമിൽ അവളുടെ ഉള്ളിൽ എന്നോടൊരു പ്രണയമുണ്ടായിരുന്നു. എന്നിട്ട് അവൾ അത് മറച്ചു വെച്ചത് എന്തിനായിരുന്നു? എൻ്റെ സിദ്ധാർത്ഥ്, നീ വിചാരിക്കും പോലെ ഗൗരി അത്ര മോശം പെൺകുട്ടിയൊന്നുമല്ല. അനന്യയേക്കാൾ എത്രയോ നല്ല പെൺകുട്ടിയാണ് ഗൗരി. കാര്യം നിനക്കും അവളോട് പ്രണയം തന്നെയാണ്. നിനക്കെപ്പോഴും അവൾ കൂടെ വേണമെന്നുള്ള ചിന്ത കാരണമാണ് നീ ഇങ്ങനെയല്ല അവളോട് പ്രവർത്തിക്കുന്നത്. അതവൾക്ക് നിന്നോടുള്ള പ്രണയത്തെ കൂട്ടുകയല്ല ചെയ്യുന്നത്. പകരം പേടിയാണ് അവളിൽ നിന്നെ ഓർക്കുമ്പോൾ ഉടലെടുക്കുന്നത്. അമൻ ഒരു ചിരിയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ്, നീ അവളുടെ ഒരു മയത്തിലൊക്കെ പെരുമാറുക. അല്ലാതെ നിന്റെ ദേഷ്യം മുഴുവൻ തീർക്കാനുള്ള ഒരു പാവയായി അവളെ കാണല്ലേ. അവൾ പറഞ്ഞത് നിനക്കറിയാലോ, 8 മാസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവൾ പോകുമെന്നാണ്. അതിനുള്ളിൽ നീയാണ് അവളുടെ ലോകമെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്ക് സിദ്ധാർത്ഥ്. പക്ഷേ അവൾ അനന്യയെ കൊണ്ടുവരാനുള്ള തിരക്കിലല്ലേ. ഇനി അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അമൻ? ഇപ്പോൾ ആൾക്ക് വീട്ടിൽ ഒരുപാട് പണിയുണ്ട്. പോരാത്തതിന് കോളേജിലും പോകണം. അതിനിടയിൽ അനന്യെ നോക്കാൻ സമയം കിട്ടിയാലും നല്ല രീതിയിലുള്ള തിരച്ചിലിനൊന്നും സമയമുണ്ടാവില്ല. പക്ഷെ അമൻ അവൾ എന്നെ വെറുത്തു എന്ന് പറഞ്ഞത് എനിക്ക് വല്ലാത്തൊരു. അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് തലയിൽ കൈകൊടുത്ത് മലർന്നു കിടന്നു. പിന്നെ പറയാതിരിക്കുമോ? നീ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അപ്പുവിനെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് അവളുടെ ജീവിതത്തിലെ ഇനി ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് അവളുടെ അപ്പു മാത്രമാണ്. അവനെപ്പറ്റി നല്ലത് പറയാതെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറയുന്ന നിന്നെ അവൾ ഒരു രാക്ഷസനായിട്ടാണ് കാണുന്നുണ്ടാവും. എനിക്കറിയില്ല അമ്മൻ, എന്താ ചെയ്യുക? നീ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനെ പെൺകുട്ടികളെ വലയിലാക്കാൻ പറ്റൂ. എന്ത് വാങ്ങിക്കൊടുക്കാൻ? അതൊക്കെ നിന്റെ കഴിവ് പോലെ ഇരിക്കും. ഞാൻ എന്തായാലും പോട്ടെ, സമയമില്ല മോനെ. അപ്പുവിനെ വിളിച്ച് സ്കൂളിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി 7 മണിയായിട്ടും ഗൗരിയെ താഴെ കിച്ചണിൽ കാണാതെ താഴെ സോഫയിൽ സിദ്ധാർത്ഥ് അസ്വസ്ഥനായിരുന്നു. 7:45 ഗൗരിയുടെ റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം സിദ്ധാർത്ഥ് കേട്ടു. സിദ്ധാർത്ഥ് ആണെങ്കിൽ രാവിലെ ആഹാരം കഴിച്ചതാണ്. പിന്നീട് അവളെ ഓർത്തൊരു വറ്റുപോലും അവന് കഴിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വയറ് വീട്ടിലുള്ളവർക്കൊക്കെ വിളിക്കുന്നത് സിദ്ധാർത്ഥിന് കേൾക്കാമായിരുന്നു. ഗൗരി താഴേക്ക് വന്ന് അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കിച്ചണിലേക്ക് നടന്നു. ഇപ്പോഴും ദേഷ്യമൊന്നും മാറിയിട്ടില്ല, സിദ്ധാർത്ഥ് ആത്മകഥം പോലെ പറഞ്ഞു. ഗൗരിയുടെ കണ്ണുകൾ കലങ്ങി വീർത്തിരുന്നു. അവൾ ഫുഡെല്ലാം 8:30 തയ്യാറാക്കി ടേബിളിലേക്ക് കൊണ്ടുവച്ചു. പതിവ് പോലെ എല്ലാ വിഭവങ്ങളും അതിലുണ്ടായിരുന്നു.
മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്ന മനം മയക്കുന്ന മണമായിരുന്നു ആ ഫുഡുകൾക്കെല്ലാം. പൊതുവെ സിദ്ധാർത്ഥും ഗൗരിയും ഒപ്പമാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കാറ്. ഇന്ന് അവളെ കാത്തിരുന്നെങ്കിലും ഏറെ നേരമായിട്ടും അവൾ വരുന്നത് കണ്ടില്ല. സിദ്ധാർത്ഥനാണെങ്കിൽ വിശപ്പ് കൊണ്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവൻ എഴുന്നേറ്റുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. അവൾ അവിടെ സ്ലാബിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ വലിയ ചിന്തയിലാണ്. ഇടയ്ക്ക് കണ്ണുകൾ നിറയുന്നുമുണ്ട്. ഗൗരി, ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? അവൾ ഒന്നും മിണ്ടാതെ ആ നൃത്യം അങ്ങനെ തന്നെ നിന്നു. ഗൗരി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഗൗരിയോട് ആഹാരം കഴിക്കാൻ വരാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോയി കഴിച്ചോളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇങ്ങനെയല്ലല്ലോ പതിവ്. വന്ന് ആഹാരം കഴിക്ക്. ഈ പതിവ് എല്ലാ കാലവും തുടരാൻ പറ്റില്ലല്ലോ. എന്നായാലും ഇതൊക്കെ ഒരു ദിവസം നിർത്തിയല്ലേ പറ്റൂ. അതൊക്കെ അപ്പോൾ നോക്കാം. നിന്നോട് ആഹാരം കഴിക്കാൻ വരാനാണ് പറഞ്ഞത്. സിദ്ധാർത്ഥ്, നിങ്ങളുടെ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോയി ആഹാരം കഴിച്ചോളൂ, ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞില്ലേ? അവൻ കോപത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈകളിൽ അവൻ്റെ കൈ മുറുകിക്കൊണ്ട് അവൻ പറഞ്ഞു, വന്നേ. ആഹാരത്തിന് മുന്നിൽ വാശി എനിക്കിഷ്ടമല്ല. ഞാൻ രാവിലെ ആഹാരം കഴിച്ചതാണ്. എനിക്ക് വിശന്നിട്ട് വയ്യ. താൻ വരാൻ നോക്ക്. അവൾ അനങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളെ വാരിയെടുത്തുകൊണ്ട് ടേബിളിനടുത്തേക്ക് വന്നു. അവൾ പതിവ് പോലെ ഇരിക്കുന്ന സീറ്റിലേക്ക് അവളെ ഇരുത്തിക്കൊണ്ട് അവൾക്ക് വേണ്ട ഭക്ഷണമെല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പി. ഇത് കഴിക്കാൻ നോക്ക്. അവൾ കൈ പ്ലേറ്റിലേക്ക് കുത്തുന്നില്ലെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് കോപത്തോടെ കൈയെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു. ഇനി തമ്പുരാട്ടിക്ക് ഉരുട്ടി വായിൽ വെച്ച് തരണോ അടിയൻ? സിദ്ധാർത്ഥ് കണ്ണുകൾ കോപം കൊണ്ട് അടച്ചു പിടിച്ചു. എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട് ഗൗരി. താൻ കഴിക്കാതെ ഞാൻ കഴിക്കുമെന്ന് നീ വിചാരിക്കണ്ട. സിദ്ധാർത്ഥ് അവളുടെ അടുത്തായാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ തല അവൻ്റെ വയറിനോട് ചേർന്നാണ്. വയറിൽ നിന്നും പല ശബ്ദങ്ങളും അവർക്ക് നന്നായി വ്യക്തമായി കേൾക്കാമായിരുന്നു. നിങ്ങൾ കഴിച്ചോളൂ, എനിക്കൊന്നും കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞില്ലേ? സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ കസേര വലിച്ച് അവൾക്ക് നേരെ ഇട്ടു. അവൾക്കെടുത്ത ഭക്ഷണത്തിൽ കൈ കുത്തിക്കൊണ്ട് അവൻ ഒരു ഉരുള ഉണ്ടാക്കി. അത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, കഴിക്ക്. അവൾ നിറമാകുന്ന മിഴികളോടെ അവനെ തന്നെ നോക്കി നിന്നു. കഴിക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. അവൻ്റെ ശബ്ദം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. നമ്മുടെ അപ്പുവിനെക്കുറിച്ച് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ ഇത് കഴിച്ചാൽ ഞാൻ പറയും. അപ്പു എന്ന് കേട്ടപ്പോൾ തന്നെ അവളുടെ മിഴികൾ ഒന്നുകൂടെ വിടർന്നു. അപ്പുവിനെക്കുറിച്ചോ? അതെ. നീ ഇപ്പം ഞാൻ തരുന്നത് കഴിക്ക് ഗൗരി. എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, പ്ലീസ്. അവൾ സിദ്ധാർത്ഥ് നീട്ടിയ ഉരുള കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ വയർ നല്ലതുപോലെ ശബ്ദമുണ്ടാക്കിയത്. സിദ്ധാർത്ഥ്, ഞാൻ കഴിച്ചോളാം, നിങ്ങൾ കഴിക്കുക. ഇല്ല, താൻ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. അച്ഛനമ്മമാരുടെ മരണശേഷം വിശപ്പ് എന്താണെന്ന് ഗൗരി നന്നായി അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വിശപ്പറിയാത്ത സിദ്ധാർത്ഥിനത് താങ്ങാനാവില്ലെന്ന് ഗൗരിക്ക് നന്നായി അറിയാം. സിദ്ധാർത്ഥ് അവൾ ആലോചനയിൽ മുഴുകുമ്പോൾ തന്നെ അടുത്തുരുളയും അവൾക്ക് നേരെ നീട്ടി. അവൾ അതും വാങ്ങി കഴിച്ചു. ഇതുവരെയും സിദ്ധാർത്ഥ് അപ്പുവിനെപ്പറ്റി പറയാൻ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്തോ അവളായി പറയിപ്പിക്കാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വീണ്ടും സിദ്ധാർത്ഥിൻ്റെ വയറ്റിൽ നിന്ന് ശബ്ദങ്ങൾ ഉയർന്നത് ഗൗരിക്ക് സഹിക്കാനായില്ല. എന്തായാലും സിദ്ധാർത്ഥ് അവളെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റ് അവളുടെ മുന്നിലേക്ക് നീക്കി അതിലേക്ക് ഫുഡ് വിളമ്പി. സിദ്ധാർത്ഥ് മനസ്സിലാവാതെ അവളെ തന്നെ നോക്കിയിരുന്നു. അവൾ അതിൽ നിന്നും ഒരു ഉരുളയെടുത്ത് സിദ്ധാർത്ഥിന് നേരെ നീട്ടി. സത്യത്തിൽ അവൾ അങ്ങനെ ചെയ്യുമെന്ന് സിദ്ധാർത്ഥ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഒരു നിമിഷം സ്റ്റക്കായി അവളെ തന്നെ അവൻ നോക്കി നിന്ന്. കഴിക്ക്. അവൾ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അത് പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവൾ നീട്ടിയ ഉരുള അവൻ വാങ്ങിക്കഴിച്ചു. അവളുടെ വിരലുകൾ വായിലേക്ക് പോയപ്പോൾ അവൻ അറിയാത്തതുപോലെ പതിയെ അതിലൊന്ന് കടിച്ചു. അറിയാതെ ആയിരിക്കുമെന്ന് ഗൗരി വിചാരിച്ചു. സത്യത്തിൽ അതവൻ മനഃപൂർവ്വം ചെയ്തതായിരുന്നു. ഭക്ഷണത്തേക്കാൾ കൂടുതൽ അവൻ ആസ്വദിച്ച് അവളുടെ വിരലുകൾ അവൻ്റെ ചുണ്ടോടും പല്ലുകളും തട്ടുമ്പോഴായിരുന്നു. അറിയാത്തതുപോലെ ആ നീണ്ട വിരലുകൾ ഒന്ന് കടിക്കുകയും നാവുകൊണ്ട് തൊടുകയും ചെയ്തിരുന്നു. അവനുള്ളിലെ പ്രണയം തുറന്നു പറയണമെന്ന് തോന്നിയെങ്കിലും ആരോ അവനെ പിന്തിരിപ്പിക്കുന്നത് പോലെ അവന് തോന്നി. ഇരുവരും പരസ്പരം മൂട്ടി. ഗൗരിയും മനസ്സറിഞ്ഞ് ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷെ ചില സമയം സിദ്ധാർത്ഥിനെ ഓർക്കുമ്പോൾ അവൾക്കൊരു ഭയാനകരമായ രൂപം മാത്രമാണ് മുന്നിലേക്ക് വരുന്നത്. സിദ്ധാർത്ഥിനും അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടം പറഞ്ഞാൽ തന്നെ തൻ്റെ അനിയനെ വെച്ച് ബുദ്ധിമുട്ടിക്കുമെന്ന് അവളിലുണ്ടെന്ന് അവൻ നന്നായി അറിയാമായിരുന്നു. സിദ്ധാർത്ഥ്, ഇനി ഞാൻ കഴിച്ചോളാം, നിങ്ങളിത് കഴിച്ചോ. അവൾ പ്ലേറ്റുകൾ പരസ്പരം മാറ്റാനായി നോക്കി. പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പുവിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി.
അത് കേട്ടതും അവളുടെ കയ്യിലിരുന്ന പ്ലേറ്റ് അവൾ തിരികെ കയ്യിലേക്ക് വെച്ചു. സിദ്ധാർത്ഥ് അവൾക്കൊരു ഉരുള വാരിക്കൊടുത്തു. അപ്പു ഇന്നു മുതൽ സ്കൂളിലേക്ക് പോയി തുടങ്ങി. ടീച്ചേഴ്സ് വിളിച്ചിരുന്നു. 10ാം ക്ലാസ് ആണ്, ഇനിയും വിടാതിരിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അവൻ്റെ അസുഖം ഒരുവിധം ഭേദമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്കൂളിലേക്ക് വിടാതിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി. ഒന്ന് നിർത്തിക്കൊണ്ട് ഒരു തെറ്റ് തിരുത്തുമെന്നാണ് സിദ്ധാർത്ഥ് കൂട്ടിച്ചേർത്തു. രാവിലെ അമ്മനോട് അപ്പുവിനെ പറഞ്ഞയച്ചില്ലേ എന്ന് ചോദിച്ചത് സ്കൂളിലേക്കായിരുന്നു. അല്ലാതെ താൻ വിചാരിക്കുന്ന പോലെ അപ്പുവിനെ കൊല്ലാനോ എങ്ങോട്ടെങ്കിലും നാട് കടത്താനുമല്ല. അത് കേട്ടതും അവൾക്ക് കാറിലിരുന്ന് സിദ്ധാർത്ഥിനെ ചീത്ത പറഞ്ഞതൊക്കെയാണ് അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത്. അറിയാതെ തന്നെ അവൾ നാവ് കടിച്ചു. അപ്പോഴേക്കും ഇരുവരുടെയും പാത്രം കാലിയായിരുന്നു. പതിപോലെ സിദ്ധാർത്ഥും അവളെ അടുക്കളയിൽ സഹായിച്ചു. തനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർവൻറ്റിനെ വെക്കാം. അപ്പോൾ തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറുകയും ചെയ്യും. അവളൊന്നും മനസ്സിലാവാത്തതുപോലെ സിദ്ധാർത്ഥിനെ നോക്കി. എന്താണ് നോക്കുന്നത്? അവൻ സംശയത്തിൽ അവളോട് ചോദിച്ചു. എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്? തനിക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടെന്ന് അമൻ എന്നോട് പറഞ്ഞു. അതിലൊന്നാമത്തേത് അനന്യയെ കണ്ടുപിടിക്കാനാണെന്നും അവൻ പറഞ്ഞു. വീട്ടിലെ പണിയും പഠിപ്പും കൂടെ ആകുമ്പോൾ തനിക്ക് എന്തായാലും അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയല്ലേ പറ്റൂ. അവൾ ഒന്നും മിണ്ടാതെ മൗനിയായിരുന്നു. അവൻ തല അവൾക്ക് നേരെ താഴ്ത്തിക്കൊണ്ട് ചെരിച്ചൊന്ന് അവളെ നോക്കി. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സിദ്ധാർത്ഥ് അവളെ അവന് നേരെ തിരിച്ചു നിർത്തി. എടോ പിന്നെ, തനിക്ക് അവളെ കണ്ടെത്തണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ ഗൗരി? അവൻ്റെ ചോദ്യം അവളെ ഒന്ന് ഉലച്ചു. ഗൗരി, അവൾ എവിടെയുണ്ടെന്ന് എന്നെല്ലാം എനിക്ക് വ്യക്തമായി അറിയാം. നിനക്ക് വേണമെങ്കിൽ അവൾ എവിടെയാണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഒരു കാര്യം, ഒരിക്കലും അവളെ ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അനന്യ എൻ്റെ പാസ്റ്റ് ലൈഫാണ്. ഇനി അവൾ എൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് അവളെ വേണമായിരുന്നെങ്കിൽ ഞാൻ തന്നെയാണ് പൊക്കിയെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേനെ. പക്ഷെ എന്നെ വേണ്ടാത്തവരെ, എന്നെ ഇട്ടിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെ, ഇവരെയൊന്നും ഞാൻ പിടിച്ചു നിർത്തില്ല. പക്ഷേ അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് വർത്തമാനം അവിടെ നിർത്തി. അപ്പോൾ സിദ്ധാർത്ഥ്, നിങ്ങൾക്ക് അനന്യ എവിടാണെന്ന് അറിയാമോ? അവൾ പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൾ എവിടെയുണ്ടെന്നെല്ലാം ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയതാണ്. എന്നെ വേണ്ടാത്തവരെ ഒരിക്കലും ഞാൻ ജീവിതത്തിലേക്ക് പിന്നീട് കൊണ്ടുവരാറില്ല. സത്യത്തിൽ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതൊരിക്കലും അനന്യയല്ല. അവൾ എൻ്റെ പഴയ കാലമാണ്. ഇനി അതെൻ്റെ ഫ്യൂച്ചറും പ്രസൻറ്റുമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വിവാഹം കഴിക്കാൻ ഞാനായിട്ടൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കേട്ടത് ഗൗരിയുടെ മിഴികൾ താഴ്ന്നു വന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി. സിദ്ധാർത്ഥ്, അപ്പോൾ നിങ്ങൾ വേറൊരു പെൺകുട്ടിയുമായി റിലേഷനിലാണോ? സങ്കടം ഉള്ളിൽ അടുക്കി പിടിച്ചുകൊണ്ട് ഗൗരി ചോദിച്ചു. തീർച്ചയായും. എന്തുകൊണ്ടും അവൾ അനന്യേക്കാൾ എത്രയോ മുകളിലാണ്. അവളല്ലാതെ ഇനി ഒരു പെണ്ണ് സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. താൻ വിഷമിക്കണ്ട. തൻ്റെ പണി പോകത്തൊന്നുമില്ല. എൻ്റെയും എൻ്റെ കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കി തനിക്ക് എത്ര വേണമെങ്കിലും ഇവിടെ ജീവിക്കാം. അവൻ്റെ കാൽപാദത്തിലേക്ക് വീണ് അവളുടെ കണ്ണുനീർ ഉറ്റു വീണു. തല കുനിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾ കരയുകയാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ഗൗരി ചെല്ലുന്ന ആളെ കോളേജിൽ പോകേണ്ടതല്ലേ? അവൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടിക്കയറി. അവൾ കരഞ്ഞുകൊണ്ടാണ് ഓടുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. എൻ്റെ പൊട്ടിപ്പെണ്ണെ, ഞാൻ പറഞ്ഞത് നീ നല്ല വ്യക്തമായി കേട്ടിട്ടില്ല. എന്നെയും എൻ്റെ കുട്ടികളെയും നോക്കി നിനക്ക് എത്ര വേണമെങ്കിലും ഇവിടെ ജീവിക്കുക എന്നല്ലേ ഞാൻ പറഞ്ഞത്. എൻ്റെ കുട്ടികൾ അമ്മ നീയായിരിക്കും ഗൗരി. ഇവളെ വളഞ്ഞ വഴിയിലൂടെ പ്രൊപ്പോസ് ചെയ്ത് നടക്കില്ല. ഡയറക്റ്റ് പറഞ്ഞാൽ മാത്രമേ എൻ്റെ ഭാര്യയ്ക്ക് കത്തുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. സമയമുണ്ട് മോളെ. നിന്നെ ഞാൻ സ്നേഹിച്ച് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. സിദ്ധാർത്ഥ് വർമ്മ ഇല്ലാതെ ഗൗരിക്ക് പറ്റില്ല എന്ന്. തലയാട്ടിയുള്ള ഒരു ചിരിയോടെ അവളെ നോക്കി നിന്നു അവൻ.